Welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LC series circuit, that is an AC circuit with inductor and capacitor which are connected in series with an EMF source, AC EMF source. സോ ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഈ രണ്ട് കോമ്പണന്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. സോ ലെറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് LC circuit B, LC series circuit B, I equal to I0 sin omega t. ഓക്കെ, ഇനി നോക്കുക, ഇത് സീരീസ് കണക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ദിസ് അപ്ലൈഡ് ഇ എം എഫ് വിൽ ബി ഡിവൈഡഡ് അക്രോസ് ദിസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. അതായത് ഈ അപ്ലൈഡ് ഇ എം എഫ് എന്ത് ചെയ്യും, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ ഉണ്ടാക്കും. സോ ദ അപ്ലൈഡ് ഇ എം എഫ് ഇ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ പ്ലസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ വി എല്ലും വി സി എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്, അല്ലെങ്കിൽ ദിസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഓക്കെ, സോ വി എല്ലും വി സി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഇവിടെ നോക്കുക, ഇവിടെ വി എൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ബാക്കി സൈൻ കറക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. കാരണം വി എൽ ആക്ച്വലി എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ നമ്മൾ കിർച്ചോഫ് ലോ എഴുതുന്ന സമയത്ത് ആക്ച്വലി ഇ മൈനസ് വി എൽ ഈക്വൽ ടു വി സി എന്നാണ് എഴുതുക. അപ്പോൾ ഞാൻ ആ മൈനസ് വി എല്ലിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, പ്ലസ് ആവും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ക്ലിയർ? ഓക്കെ, സോ അപ്ലൈഡ് ഇ എം എഫ് ഇ ഈക്വൽ ടു വി എൽ പ്ലസ് വി സി. നൗ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ? ഞാൻ പറഞ്ഞു വി എൽ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. സോ വി എൽ ഈക്വൽ ടു L into di by dt, and അതിൻ്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ L into d by dt of I0 sin omega t. Now what is the differential of I0 sin omega t? I0 constant ആണ്, സോ പുറത്തേക്ക് എടുക്കാം. differential of sin omega t cos omega t into omega. So VL equal to I0 L omega cos omega t. Let it be equation number 3. Similarly, the potential drop or potential across the capacitor VC equal to Q by C. ഇനി Q എത്രയാ? നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഓൾറെഡി നമ്മൾ Q കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? I ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ്. സോ അവിടുന്ന് ഡി ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ഡി ടി ചെയ്തു ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഇസ് മൈനസ് I0 കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടി. സോ ആ റിസൾട്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. നിങ്ങൾ വീണ്ടും കണ്ടുപിടിക്കണം എന്നില്ല, ഓൾറെഡി നിങ്ങളുടെ അടുത്ത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ ചെയ്യാത്തത്. സോ വി സി ഈക്വൽ ടു ക്യൂ ബൈ സി ഈക്വൽ ടു മൈനസ് I0 കോസ് ഒമേഗ ടി ബൈ സി ഒമേഗ. ക്ലിയർ? ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. അപ്പം വി എല്ലിൻ്റെ വാല്യൂയും വി സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4 എന്ത് ചെയ്യുക, ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ ഈക്വൽ ടു I0 L ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് I0 കോസ് ഒമേഗ ടി ബൈ സി ഒമേഗ. ഇത് വി എൽ ആണ്, ഇത് വി സി ആണ്. ഈ ഇക്വേഷനിൽ നോക്കിയേ, രണ്ട് സ്ഥലത്തും I0 കോമൺ ആണ്, അതേപോലെ കോസ് ഒമേഗ ടിയും കോമൺ ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ഇ ഈക്വൽ ടു I0 ഇൻറ്റു എൽ ഒമേഗ, ഇവിടെ ബാക്കി ആരുള്ളത് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ I0 കോസ് ഒമേഗ ടി കോമൺ ആയിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. ക്ലിയർ? ഇനി വാട്ട് ഈസ് കോസ് ഒമേഗ ടി? റിഡക്ഷൻ ഫോർമുല പ്രകാരം നമുക്ക് കോസ് ഒമേഗ ടിനെ എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ക്ലിയർ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ ഈക്വൽ ടു I0 L ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. നിങ്ങൾ മനസ്സിലാക്കുക, കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ആ റിഡക്ഷൻ ഫോർമുലേൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇ ഈക്വൽ ടു I0 L ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ദാറ്റ് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ഈക്വൽ ടു 1. അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 1 ആണെന്ന് വിചാരിക്കുക. അതായത് സൈനിൻ്റെ മാക്സിമം വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സൈനിൻ്റെ മാക്സിമം വാല്യൂ ആയിക്കഴിഞ്ഞാൽ ഇ എന്തായിരിക്കും? ഇ വിൽ ബി ഇ മാക്സ്, that is E0. So when sin omega t plus pi by 2 equal to 1, the maximum value E equal to E0. So substituting
the value in equation 6, we get E0 equal to I0 into L omega minus 1 by C omega. ഈ വാല്യൂ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? E0 equal to I0 L omega minus 1 by C omega. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, ഇതാരാ? I0 into L omega minus 1 by C omega ആരാ ഇക്വേഷൻ 6ൽ? E0 അല്ലേ? സോ ദിസ് ഇക്വേഷൻ 6 become E equal to E0 sin omega t plus pi by 2. ഓക്കെ, ഇക്വേഷൻ 8. അപ്പം നമുക്ക് നോക്കിയേ, നമ്മുടെ എല്ലാ സർക്യൂട്ടും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഫേസ് റിലേഷൻ ബിറ്റ്വീൻ അപ്ലൈഡ് ഇ എം എഫ് ആൻഡ് കറണ്ട് ആണ്. ശരിയല്ലേ? അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ അപ്ലൈഡ് ഇ എം എഫിൻ്റെ വാല്യൂ എന്താ? E equal to E0 sin omega t plus pi by 2. ആൻഡ് കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്? I equal to I0 sin omega t. സോ വാട്ട് ഈസ് ദ ഫേസ് റിലേഷൻ? ആരാ ലീഡിങ്, ആരാ ലാഗിങ്? തീർച്ചയായിട്ടും ഇ എം എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ എ സീരീസ് എൽ സി സർക്യൂട്ട് ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ പൈ ബൈ 2 ഇൻ ഫേസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ കറണ്ട് ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഒരു രീതി പഠിച്ചു വയ്ക്കുക. ഇവിടെ അപ്ലൈഡ് ഇ എം എഫ് സീരീസ് എൽ സി സർക്യൂട്ടിൻ്റെ കേസിൽ അപ്ലൈഡ് ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2. ക്ലിയർ? ഓക്കെ, ഇനി കഴിഞ്ഞില്ല. ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഇമ്പിഡൻസ്. അപ്പോൾ ഇമ്പിഡൻസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? ദാ ഇക്വേഷൻ 7 നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. സോ ഫ്രം ഇക്വേഷൻ 7 വാട്ട് വിൽ ബി E0 by I0? E0 by I0 അല്ലേ നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ E0 by I0 എന്ത് കിട്ടും? E0 by I0 equal to the total impedance of the LC series circuit, which is equal to L omega minus 1 by C omega. എല്ലാവർക്കും അറിയാലോ L omega എന്താ? XL ആണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. 1 by C omega എന്താണ്? XC ആണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. സോ ദ ടോട്ടൽ ഇമ്പിഡൻസ് ഈക്വൽ ടു L omega minus 1 by C omega. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എൽ സി സീരീസ് സർക്യൂട്ടിൻ്റെ വെക്റ്റർ ഡയഗ്രാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വെക്റ്റർ ഡയഗ്രാം ഫോർ എൽ സി സീരീസ് സർക്യൂട്ട്. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു? പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഞാൻ കറണ്ട് മാർക്ക് ചെയ്തു. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻറ്റിൻ്റെ ഫേസ് റിലേഷൻ നോക്കും അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വി എല്ലിൻ്റെ നോക്കാം. നമുക്കറിയാം ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2. സോ എങ്ങനെ വരും വി എൽ? യെസ്, ഓക്കെ, പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ വി എൽ വന്നു. ആൻഡ് വാട്ട് അബൌട്ട് വി സി? വി സിയും കറണ്ട് നമ്മൾ റിലേഷൻ എന്താ? ഫേസ് റിലേഷൻ എന്താ? ദ വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2. അതായത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് കറണ്ടിനേക്കാളും ലാഗിങ് ആണ്. അപ്ലൈഡ് കറണ്ട് ലാഗിങ് ആണ് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2. സോ വി സി വിൽ ബി along the minus y direction. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ വി എല്ലും ബി സിയും എന്താണ്? വെക്ടറുകളാണ്. സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യാണ് വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി എന്ന് വിചാരിക്കാം. വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഓഫ് ദിസ് ടു വെക്ടർ? ഈ രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻറ്റ് എന്തായിരിക്കും? ഇത് ആൻറ്റി പാരലൽ അല്ലേ? ആൻറ്റി പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്താൽ പോരെ. സോ ദ റിസൾട്ടൻറ്റ് വാല്യൂ ദാറ്റ് ഈസ് E ഈക്വൽ ടു VL minus VC. E equal to VL minus VC will be the resultant value of EMF. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വന്നത്? അതായത് ഈ വി എല്ലും വി സിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആണ്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പാരലഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ ഇക്വേഷനിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ടൻറ്റ് EMF E ഈക്വൽ ടു VL മൈനസ് VC. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് വെക്ടറുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ കൂട്ടത്തിൽ ഏതാണോ വലുത് അതൊന്ന് ചെറുത് കുറച്ചാൽ മതി. നമുക്ക് ആ ഡയറക്ഷൻ തന്നെ കിട്ടും. വലുതിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ വെക്ടർ ഡയഗ്രാം ഫോർ എൽ സി സീരീസ് സർക്യൂട്ട്. അപ്പോൾ എൽ സി സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ മെയിനായിട്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫേസ് റിലേഷൻ ബിറ്റ്വീൻ അപ്ലൈഡ് EMF ഇയും കറണ്ട് നമ്മളുടെ ഫേസ് റിലേഷൻ എന്താ? ഇ ആൻഡ് ഐ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? ആൻഡ് E ഈസ് ലീഡിങ് കറണ്ട് ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ 2 ആൾസോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LCR സീരീസ് സർക്യൂട്ട്. അപ്പോൾ LCR സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ AC EMF സോഴ്സ്.
ശരിയല്ലേ? അഗെയിൻ ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് LCR സർക്യൂട്ട് ബി I equal to I0 sin omega t. And again, series circuit ആയതുകൊണ്ട് this applied EMF will be distributed across these three components. So we can write VL, VC and VR. And VL, VC, VR എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ആണ് മീൻ ചെയ്യുന്നത്. അപ്പം ഈ അപ്ലൈഡ് EMF ഇത് മൂന്നായിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ റിസൾട്ടന്റ് EMF or അപ്ലൈഡ് EMF E equal to VL plus VC plus VR. VL എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദ ഇൻഡക്ടർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ ഈ VLൻ്റെ വാല്യൂ, VCൻ്റെ വാല്യൂ, VRൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് VLൻ്റെ വാല്യൂ VCൻ്റെ വാല്യൂ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ LC സീരീസ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ റിസൾട്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL എന്ന് പറയുന്നത് കറണ്ടിനേക്കാളും ലീഡിംഗ് ആണ് അല്ലേ? അപ്പോൾ VL ഈക്വൽ ടു അതിൻ്റെ മാക്സിമം വാല്യൂ VL0 ഇൻറ്റു എത്രയാണ് ഫേസ് ലീഡ് ചെയ്യുന്നത്? π/2. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് π/2 വരും. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യുന്ന പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സൈൻ ഒമേഗ ടി പ്ലസ് π/2നെ വീണ്ടും നിങ്ങൾ കോസ് ഒമേഗ ടി ആക്കും. വീണ്ടും ഈ VL0ക്ക് പകരം നിങ്ങൾ I ഇൻറ്റു XL കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള റിഗറസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ VL ഈക്വൽ ടു L ഇൻറ്റു di/dt. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് VL ഈക്വൽ ടു I0 L ഒമേഗ കോസ് ഒമേഗ ടി. ഇത് നമ്മൾ മുന്നേ പഠിച്ചതല്ലേ? സിമിലർലി വാട്ട് വിൽ ബി VC? ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ എന്തായിരിക്കും? VC വിൽ ബി ഈക്വൽ ടു Q/C ഈക്വൽ ടു minus I0 cos omega t divided by C omega. Clear? And what about VR? That is potential across resistor. VR equal to I0 R into sin omega t. കാരണം I into R ആണ് വരുന്നത്. അപ്പം I0 R into sin omega t. ഓക്കെ, അപ്പോൾ VLൻ്റെ വാല്യൂം VCൻ്റെ വാല്യൂം VRൻ്റെ വാല്യൂം കിട്ടിയല്ലോ. Clear? Now substitute these values in equation 2. Then we will get E equal to I0 L omega cos omega t minus I0 cos omega t by C omega plus I0 R into sin omega t. നോക്കിയേ, ഈ ഫസ്റ്റത്തെ എല്ലാ ടേമിലും I0 കോമൺ ആണല്ലേ? അപ്പോൾ I0നെ ഞാൻ ആദ്യം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ I0 ഞാൻ ആദ്യം കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി നോക്കുക, ഇവിടെ R sin omega t ബാക്കിയുണ്ട്. സോ അതിന് ഞാൻ ആദ്യം കൊണ്ടുവന്നു R sin omega t പ്ലസ് ഇവിടെ ഇനി ആരാ ബാക്കിയുള്ളത്? L ഒമേഗ കോസ് ഒമേഗ ടി ഉണ്ട്. ഇവിടെയോ കോസ് ഒമേഗ ടി ബൈ സി ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി ബൈ സി ഒമേഗ ഉണ്ട് അല്ലേ? അപ്പോൾ കോസ് ഒമേഗ ടി കോമൺ ആണ്. അപ്പോൾ കോസ് ഒമേഗ ടിനെ കോമൺ ആക്കി എടുത്തു ആൻഡ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ഇ ഈക്വൽ ടു I0 ഇൻറ്റു ആർ സൈൻ ഒമേഗ ടി പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 6. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുക? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിലേക്ക് നമ്മളൊരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതാണ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗ വി വിൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ദിസ് ഇക്വേഷൻ നമ്പർ 6 ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആലോചിക്കുക. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. അതായത് ഈ ഒരു വാല്യൂ 6, ഇത് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? റൂട്ട് ചെയ്താൽ മതി. അപ്പം മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ഇക്വേഷൻ 6 ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. സോ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു I0 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി ഡിവൈഡ് ചെയ്യണ്ടേ? സോ ഫസ്റ്റത്തെ ടേമിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ആർ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ സ്ക്വയർ പ്ലസ് അടുത്തത് ആരാ വരുന്നത്? ഇവിടെ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഉണ്ട് അല്ലേ? അപ്പോൾ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ മുന്നേ LR സർക്യൂട്ടും CR സർക്യൂട്ടൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ R by root of R square plus L omega minus 1/c omega square equal to cos phi and L omega minus 1/c omega divided by
root of r square plus L omega minus 1 by c omega square equal to sin phi. അപ്പോൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്രയേ ഉള്ളൂ? ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ സ്ക്വയറിന് കോസ് ഫൈ എന്നും കൊടുത്തു. എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സൈൻ ഫൈ എന്ന് കൊടുത്തു. ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 7 നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ ഈക്വൽ ടു I0 root of r square plus L omega minus 1 by c omega whole square. ഫസ്റ്റത്തെ ടേം. ഇനി ബ്രാക്കറ്റിലത്തെ ടേം ആദ്യത്തെ ടേം എന്തായിരുന്നു? ഇയാളായിരുന്നു ആദ്യത്തെ ടേം ഇൻറ്റു ഒരു സൈൻ ഒമേഗ ടി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിന് പകരം എന്ത് ചെയ്തു? കോസ് ഫൈ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് അടുത്തുണ്ടായിരുന്നത് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഈ ഒരു ടേമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കോസ് ഒമേഗ ടി ഉണ്ടായിരുന്നു. അപ്പം അതിന് പകരം എന്ത് കൊടുക്കൂ? സൈൻ ഫൈ. സോ സൈൻ ഫൈ ഇൻറ്റു കോസ് ഒമേഗ ടി. സോ ബ്രാക്കറ്റ് ടേം കോസ് ഫൈ സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ ഫൈ കോസ് ഒമേഗ ടി. ഇതേതാ ഫോമാറ്റ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ഫോർമാറ്റ് അല്ലേ? സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ഇ ഈക്വൽ ടു I0 root of r square plus L omega minus 1 by c omega square sin omega t plus phi. Equation number 8. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇയാളെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ? അത് E0 ആണെന്ന് നമുക്കറിയാം, പക്ഷെ അത് തെളിയിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വെൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഇ ഈക്വൽ ടു E0. അപ്പം ഈ E0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ? E0 ഈക്വൽ ടു I0 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ സ്ക്വയർ. ശരിയല്ലേ? സോ E0ൻ്റെ വാല്യൂ ആണ് ഇത്. ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ വി വിൽ ഗെറ്റ് E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അതായത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് E0 ആണ്, അതായത് ഇത് E0 ആണ്. സോ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പം ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ഫേസ് റിലേഷൻ പറയാൻ പറ്റുക? എൽ സി ആർ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് എൻ എൽ സി ആർ സീരീസ് സർക്യൂട്ട് ദ അപ്ലൈഡ് ഇ എം എഫ് ഓർ ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് ഫൈ അല്ലേ? അപ്പോൾ എൽ സി ആർ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലും അപ്ലൈഡ് ഇ എം എഫ് ആണ് എന്ത് ചെയ്തത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് അപ്ലൈഡ് ഇ എം എഫ് എന്താണിന്ന് ലീഡ് ചെയ്യുന്നത്? ആരെ? കറണ്ടിനെക്കാളും ലീഡ് ചെയ്യുന്നുണ്ട് ബൈ എ ഫേസ് ഓഫ് ഫൈ. ഓക്കെ, ഇനി അടുത്ത എയിം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ടോട്ടൽ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് കിട്ടാൻ വേണ്ടി വി വിൽ കൺസിഡർ ഇക്വേഷൻ നമ്പർ 9. ഇക്വേഷൻ നമ്പർ 9 നോക്കിയേ. E0 ഈക്വൽ ടു I0 ഇൻറ്റു ഈ ഒരു ടേമാണ് വരുന്നത് അല്ലേ? നൗ E0 ബൈ I0 എന്ത് വരും? ഈ ഒരു ടേം അല്ലേ വരുന്നത്? സോ ദ ഇംപിഡൻസ് ഫ്രം ഇക്വേഷൻ 9, ദ ഇംപിഡൻസ് ഓഫ് എൽ സി ആർ സീരീസ് സർക്യൂട്ട് ഈസ് E0 by I0 equal to Z, which is equal to root of R square plus L omega minus 1 by C omega square. So this is the total opposition or total effective resistance of this LCR series AC circuit, which is known as the impedance of LCR series circuit. Now, ഒരാളെയും കൂടെ കാണാനുണ്ട് അല്ലേ? ആരാ? ഫേസ് എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫേസ് ഈക്വൽ ടു ടാൻ ഫൈ ഈക്വൽ ടു സൈൻ ഫൈ ബൈ കോസ് ഫൈ. സൈൻ ഫൈൻ്റെ വാല്യൂ നമുക്കറിയാം, എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഡിവൈഡഡ് ബൈ ആ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമാണ്. ആൻഡ് കോസ് ഫൈ നിങ്ങൾക്കറിയാം, ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഹോൾ സ്ക്വയർ ആണ്. അപ്പം രണ്ട് വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഡിവൈഡഡ് ബൈ ആർ. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടാണത്. ഓക്കെ, സൈൻ ഫൈൻ്റെ വാല്യൂ കോസ് ഫൈൻ്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ടാൻ ഫൈ ഈക്വൽ ടു എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഡിവൈഡഡ് ബൈ ആർ. ആൻഡ് phi equal to, the phase phi will be equal to tan inverse L omega minus 1 by C omega divided by R. So this is the phase. ഇനി വേറൊരാളും കൂടെ ഉണ്ടല്ലോ, പവർ അല്ലേ, എനർജി സ്പെൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് പവർ ഫാക്ടർ. സോ പവർ ഫാക്ടർ എന്തായിരിക്കും? സിംപ്ലി കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. സോ കോസ് ഫൈ ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ ഹോൾ സ്ക്വയർ. So this is the power factor for LCR series circuit. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് LCR സീരീസ് സർക്യൂട്ടിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ തിയററ്റിക്കലായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം കറണ്ടിൻ്റെ വാല്യൂ കണ്ടു, പിന്നെ നമ്മൾ ആ വോൾട്ടേജ് അപ്ലൈഡ് EMF മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞു, ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി √r² പ്ലസ് L omega മൈനസ് 1/c omega ഹോൾ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, കോസ് ഫൈ എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിച്ചു, സൈൻ ഫൈ എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിച്ചു, ആൻഡ് അഗെയിൻ സോൾവ് ചെയ്തു. സോ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി the applied EMF or instantaneous value of EMF leads the current by a phase of phi ആണ്. ആൻഡ് ആ ഫേസ് എന്ന് പറയുന്നത് എത്രയാണ്, tan ഇൻവേഴ്സ് L omega മൈനസ് 1/c omega ബൈ r ആണ്. പിന്നെ ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് ദ LCR സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് √r² പ്ലസ് L omega മൈനസ് 1/c omega ഹോൾ സ്ക്വയർ ആണെന്ന് കിട്ടി. ആൻഡ് പവർ ഫാക്ടർ, ദ എനർജി സ്പെൻഡ് എന്ന് പറയുന്നത് പവർ ഫാക്ടറിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും, ഈ LCR സർക്യൂട്ടിൻ്റെ ഈ പറഞ്ഞ തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും.